അഭിലാഷേ, പാട്ട് പാടി പുഷ്പം പോലെ ആലത്തൂർ എടുത്തുകൊണ്ട് പോയ ആളാണ് രമ്യ ഹരിദാസ്. അതിന് നല്ല അസൂയയും കട്ടക്കലിപ്പിലുമാണ് CPM ഉള്ളത്. ആലത്തൂരിന്റെ അവസ്ഥ എന്താ? അല്ല, വലിയ അത്ഭുതമായിരുന്നു. 1.5 ലക്ഷം വോട്ടിനാണ് ആലത്തൂർ രമ്യ ജയിച്ചത്. ഈ ആലത്തൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ശക്തമായ ഇടതുപക്ഷ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. അവിടെയാണ് കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് രമ്യ ഹരിദാസ് എന്ന പെൺകുട്ടി വന്ന് 1.5 ലക്ഷം വോട്ടിന് ജയിക്കുന്നത്. ശരിക്കും CPM-നെ സംബന്ധിച്ച് സമീപകാലത്ത് കിട്ടിയ വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ അവിടുത്തെ ആലത്തൂരിലെ. അത് മറികടക്കാനാണ് അവർ ഇത്തവണ പരിശ്രമിക്കുന്നത്. എന്തായാലും ആലത്തൂരിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇപ്പം മന്ത്രിയായിട്ടുള്ള ഈ മന്ത്രിസഭയിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആ അഭിമാനക്ഷതം കൂടി പരിഹരിക്കാനാണ്. പക്ഷെ അപ്പോഴും ആലത്തൂരിൽ അങ്ങനെ മന്ത്രിയെ തന്നെ ഇറക്കി, രാധാകൃഷ്ണനെ തന്നെ ഇറക്കി അത് പിടിക്കാൻ പറ്റുമോ? CPM-ന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പരിവേഷം എന്താണ് ഈ മണ്ഡലത്തിൽ? അല്ല, ആലത്തൂരിനെ സംബന്ധിച്ച് ആലത്തൂർ പൊളിറ്റിക്കലി ഇടതുപക്ഷ അനുഭവമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ വലിയ UDF തരംഗം ഉണ്ടായ 2009 തെരഞ്ഞെടുപ്പിൽ LDF-ന് ആകെ കേരളത്തിൽ 4 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ ആ 4 സീറ്റ് കിട്ടിയ സീറ്റുകളിൽ ഒന്ന് ആലത്തൂരാണ്. അതായത് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി 2 തവണ PK ബിജു ജയിക്കുന്നു. കഴിഞ്ഞ തവണയാണ് രമ്യ ഹരിദാസ് ജയിക്കുന്നത്. അതിന് ഒന്ന് രാഷ്ട്രീയ സാഹചര്യം വലിയൊരു ഘടകമായിരുന്നു. വലിയ തോതിൽ UDF അനുകൂല വികാരം ഉണ്ടായിരുന്നു. അത് കേന്ദ്രത്തിലൊരു UPA സർക്കാർ വരുമെന്ന പ്രതീക്ഷ, ശബരിമല, ഇതൊക്കെ ചേർന്ന ഒരു UDF വികാരത്തിൻ്റെ തണലിലും PK ബിജുവിന് അവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ചില പ്രസംഗങ്ങൾ LDF നേതാക്കളുടെ ഭാഗത്തുണ്ടായി. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കി. ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെ? നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി. അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? ഇത്തവണ അത്ര വലിയ വിജയം നേടാനുള്ള ഒരു ഘടകം അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ അന്ന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തവണ എന്താണ് LDF-ന് ഒരു ആച്ച് കിട്ടുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. ഒന്ന്, ഇപ്പോൾ രമ്യ ഹരിദാസ് എന്ന MP-യുടെ പെർഫോമൻസ് വലിയ തോതിൽ അവിടെ വിലയിരുത്തപ്പെടും. രമ്യ തുടക്കക്കാരിയായിരുന്നു. രമ്യ പെർഫോം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഇപ്പോൾ തന്നെ സിറ്റിംഗ് MP-യുടെ പെർഫോമൻസ് വലിയ ചർച്ചയാണ്. കോൺഗ്രസ് എന്തായാലും സിറ്റിംഗ് MP-മാർക്കൊക്കെ സീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് രമ്യയെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. പാട്ട് പാടുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു മണ്ഡലത്തെ മേച്ചുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ആലത്തൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പകുതി തൃശ്ശൂരും പകുതി പാലക്കാടുമാണ്. ഒരറ്റത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെത്താൻ തന്നെ സമയം വലിയ തോതിൽ എടുക്കും. അപ്പോൾ അവിടെയൊക്കെ എത്താൻ പറ്റിയോ, എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു രമ്യയ്ക്ക് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ CPM സ്ഥാനാർത്ഥി ആര് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ BJP-ക്ക് വലിയ സാധ്യതകൾ ഇല്ലാത്ത മണ്ഡലമാണ്. അവർക്ക് 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമുള്ള മണ്ഡലമാണ്. BDJS ഒരു പക്ഷേ മത്സരിച്ചേക്കാം. അവിടെ കഴിഞ്ഞ തവണയും ആ തരത്തിലുള്ള പരീക്ഷണമാണ്. BJP നിലവിലെ സാഹചര്യത്തിലൊരു ഫാക്ടർ പോലും അല്ല. ഡയറക്റ്റ് ഫൈറ്റാണ്. LDF വേഴ്സസ് UDF ആണ് നടക്കുക. ഇത്തവണ കേരളത്തിൽ ഇത്തവണ ഏറ്റവും ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആലത്തൂരായിരിക്കും, ഒരു സംശയവും വേണ്ട. LDF-ൽ രാധാകൃഷ്ണനെ അവിടെ ഇറക്കുക എന്ന് പറയുന്നത്, ചേലക്കരക്കാരനായ രാധാകൃഷ്ണനെ അവിടെ ഇറക്കുമ്പോൾ ഉള്ളൊരു ജനസമ്മതിയെക്കുറിച്ചൊക്കെ LDF-ന് ഒരു ആശങ്ക ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. അല്ല, ഒന്ന് രാധാകൃഷ്ണൻ വളരെ ജനകീയനാണ്. അവിടെ ഇപ്പോൾ ചേലക്കരയിൽ ഇപ്പോൾ രാധേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ്. അപ്പോൾ ഈ ആലത്തൂർ മേഖലയാകെ തന്നെ പ്രഭാവമുള്ള നേതാവാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനാണ് CPM-ന് നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി. പക്ഷേ മന്ത്രിസഭയിലെ ഒരു സീനിയർ മന്ത്രിയെ കളത്തിലിറക്കി പാർലമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, വേറൊരു മന്ത്രി, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ K രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ മാത്രം അത്ര ആ നിലയിൽ മുന്നോട്ട് പോകുമോ CPM എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ AK ബാലനെ പോലെയുള്ള സ്ഥാനാർത്ഥി, സീനിയർ നേതാവ് AK ബാലനെ മത്സരിക്കുക. അതുപോലെ പ്രദീപ് മുൻ MLA, അദ്ദേഹം അവിടുത്തെ സജീവ സാന്നിധ്യമാണ്. പക്ഷേ ഇത്തവണ എന്ന് വെച്ചാൽ ഈ സീറ്റുകൾ കുറച്ച് വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഇപ്പം CPM-ന് നിർത്താൻ കഴിയുന്ന ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ്റെ പേര് ഇത്രയും സജീവമായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും രമ്യയ്ക്ക് എന്താ പറയുക, രമ്യയെ നേരിടാൻ ഒരു മന്ത്രിയെ, അതും സീനിയർ മന്ത്രിയെ കളത്തിലിറക്കണമെന്നൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. CPM എടുക്കേണ്ട തീരുമാനമാണ്. എന്തായാലും മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ പോലെ അതിഗംഭീര ചൂടാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ആലത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമുക്ക് പാലക്കാടൻ തീക്കാറ്റെന്നൊക്കെ പറയാം. പാലക്കാടിൻ്റെ തൊട്ട് പ്രാന്തമാണ്, നല്ല ചൂടുള്ള സ്ഥലമാണ് ആലത്തൂർ. എന്തായാലും പോരാട്ടം കടുക്കും, നല്ലപോലെ വേർക്കും. കൂടുതൽ വേർക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ ഇലക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേ അറിയാൻ കഴിയും, കണ്ടറിയണം.